എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്സ് ബ്ലോഗിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ലീനിയർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് ഇക്വാലിറ്റി, എന്താണ് ലീനിയർ ഇക്വാലിറ്റി, അപ്പൊ അതിനെ കുറച്ച് ബേസ്, അപ്പൊ വൺ വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വാലിറ്റി എങ്ങനെ സോൾവ് ചെയ്യും, അതെങ്ങനെ സോൾവ് ചെയ്യുന്ന സ്റ്റെപ്പ് എങ്ങനെയാണ്, അതിനെ എങ്ങനെ നമുക്ക് സൊല്യൂഷൻ സെറ്റ് ആയിട്ട് എഴുതാം, അതിനെ എങ്ങനെ നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യാം, ഇതാണ് കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. രണ്ട് മൂന്ന് ചോദ്യങ്ങളും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പൊ ഇതും ഇനിക്വാലിറ്റി സോൾവ് ചെയ്യാനുള്ള രണ്ട് ചോദ്യമാണ്. ഓക്കെ, അപ്പൊ സോൾവ് എന്ന് പറഞ്ഞ് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അതിനെ എന്ത് മാത്രം എഴുതി ആ ഇനിക്വാലിറ്റി സോൾവ് ചെയ്തതിന്റെ സൊല്യൂഷൻ സെറ്റ് എഴുതിയാലും മതി. എന്ത് വരയ്ക്കണമെന്നില്ല, ആ നമ്പർ ലൈൻ വരച്ചാൽ റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ അതുകൂടെ ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആ നമ്പർ ലൈൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നും കൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ എഴുതാം. എന്താണ് 3 into എന്തിനാണ് x minus 1 less than or equal to 2 into x minus 3. അപ്പൊ ഇതിനകത്ത് ഇന്നത്തെ കണക്കല്ല, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് രണ്ട് ടേമിൽ. അപ്പൊ ഇവിടെ LHS സൈഡിലെ ഈ ഇനിക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡ് ഉള്ളതും ഇനിക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിലുള്ള ടേം ആദ്യം ബ്രാക്കറ്റ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. ബ്രാക്കറ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം ചെയ്യാൻ. 3നെ x കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തിനാണ് 3x, 3നെ -1 കൊണ്ട് ഗുണിച്ചാൽ -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2നെ x കൊണ്ട് ഗുണിച്ചാൽ എന്തിനാണ് 2x, 2നെ -3 കൊണ്ട് ഗുണിച്ചാൽ എത്ര -6. അപ്പൊ ഇത്ര നിങ്ങൾ മനസ്സിലായിട്ടാണ്. ഇനി നമ്മൾ ഇന്നലെ ചെയ്ത അതേ രീതിയിൽ ബ്രാക്കറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ ചെയ്തത് അതേ കണക്ക് തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് x വേരിയബിളിനെ എല്ലാം നമുക്ക് ഈ സൈഡിലോട്ട് കൊണ്ടുവരാം, ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. 2x നെ എങ്ങോട്ട് കൊണ്ടുവരാം, ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ 3x ഇവിടെ കിടപ്പുണ്ട്, ഈ 2x ഇവിടെ വരുമ്പോൾ -2x ആവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവിടെ -6 ഉണ്ട്, ഇവിടുത്തെ -3 അപ്പുറം പോകുമ്പോൾ എന്തിനാവും +3 ആവും. ഇതിനാണ് +3. ഓക്കെ, അപ്പൊ 3x 2x മൈനസ് ചെയ്യുമ്പോൾ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -6 +3 എന്ന് പറഞ്ഞാൽ -3. അപ്പൊ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് -3. അപ്പൊ സൊല്യൂഷൻ സെറ്റ് എഴുതുന്നവർ ശ്രദ്ധിക്കുക, സൊല്യൂഷൻ സെറ്റ് എഴുതി തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. സൊല്യൂഷൻ സെറ്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, സൊല്യൂഷൻ സെറ്റ് എഴുതുമ്പോൾ നമുക്ക് സൊല്യൂഷൻ സെറ്റ് ആയിട്ട് നമുക്ക് എഴുതാന്ന് വെച്ചാൽ ഇവിടെ അറിഞ്ഞിരിക്കുക x ന്റെ വാല്യൂ -3 അതിനെക്കാട്ടും കുറവുമാണ്, -3 വരാം. അപ്പൊ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 എന്നാണ്. ഇതിന്റെ അർത്ഥം x ന്റെ വാല്യൂ -3 അതിനെക്കാട്ടും എന്തോ ആവാം, കുറവാകും. -3 വരാം, -3നെക്കാട്ടും എന്താണ് ബാക്കിലോട്ടുള്ള നമ്പറും വരാം. -3 ആണ് വരാം. അപ്പൊ അതിനെക്കാട്ടും -3 ഉള്ളതുകൊണ്ട് നമുക്ക് എന്തിനാ ക്ലോസ് ഇടാം, അതിനെക്കാട്ടും ബാക്കിലോട്ടുള്ള എല്ലാ നമ്പറും വരാം. അപ്പൊ എന്തിനാണ് പുറകോട്ട് വരുമ്പോൾ -3 പുറകോട്ട് എന്താണ് ഇൻഫിനിറ്റി ആണ്. എന്തിന് എല്ലാ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ -3 പുറകോട്ട്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ എഴുതുമ്പോൾ -ഇൻഫിനിറ്റി -3 എന്തിനാണ് ഇവിടെ ക്ലോസ് ഇന്റർവൽ ആണ്, അങ്ങോട്ട് എല്ലാ നെഗറ്റീവ് നമ്പറും വരും. അതുകൊണ്ട് ഓപ്പൺ ഇന്റർവൽ -ഇൻഫിനിറ്റി -3 ക്ലോസ്ഡ് ഇന്റർവൽ. ഓക്കെ, അങ്ങനെ വേണം നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ഇതിനെ ഗ്രാഫിക്കൽ റെപ്രസെന്റേറ്റീവ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, എങ്കിലും നമുക്കൊന്ന് വരയ്ക്കാം. ഗ്രാഫിക്കലി നമ്പർ ലൈൻ എങ്ങനെ നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യും. ആദ്യം നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്പർ ലൈൻ വരയ്ക്കുക. അതിനകത്ത് നമ്മൾ ഈ നമ്പർ ഉൾപ്പെടുന്ന നമ്പർ -3 ഇങ്ങോട്ട് -2 -1 0 1 -4 അങ്ങനെ പോകും. നമുക്ക് എല്ലാ നമ്പർ ലൈൻ അടയാളപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ ആരുണ്ട്, -3 ഉണ്ട്. ആദ്യം നമ്പർ ലൈൻ അടയാളപ്പെടുത്താൻ വന്നതാണ്. -3 ഇവിടെ ഉണ്ടോ ഇല്ലയോ, -3 ഇവിടെ ഉണ്ട്. കാരണം എന്താണ് സിമ്പിൾ, ഈക്വൽ ടു സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മളെ കറപ്പിക്കുക. ഓക്കെ, -3 ഉണ്ട്. അതിനെക്കാട്ടും ലെസ് ദാൻ ഈക്വൽ ടു -3 ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഡാർക്ക് ആയിട്ടുള്ളൊരു ബബിൾ ഇട്ടു. ഓക്കെ, എന്നിട്ട് അതിനെക്കാട്ടും ബാക്കിലോട്ടുള്ള എല്ലാ നമ്പറും ഉണ്ട്. അപ്പൊ അതിനെക്കാട്ടും ബാക്കിലോട്ട് അപ്പൊ ലെഫ്റ്റ് സൈഡിലോട്ടാണ് എന്ത് ചെയ്യാറ് ഡാർക്ക്. അതിന് -3 പുറകോട്ടുള്ള -3 ലെഫ്റ്റ് സൈഡിലോട്ടുള്ള എല്ലാ നമ്പറും ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ഡാർക്ക് ആയിട്ട് എന്ത് ചെയ്യാം, -3 ഈ സൈഡിലോട്ടുള്ള എല്ലാ നമ്പറും ഉണ്ട് എന്ന് കാണിക്കണം. ഓക്കെ, എല്ലാ നമ്പറും. ഓക്കെ, ഇതാണ് എന്റെ ആൻസർ. ഓക്കെ, ഇതാണ് എന്റെ ഗ്രാഫിക്കലി നമ്പർ ലൈൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ -3 ഉണ്ട്, -3 ഉൾപ്പെടെ വരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ ഹോൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇടുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇവിടെ സിമ്പിൾ ചോദ്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് വരുന്നത്. ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ 3 into 1 - x less than 2 into x plus 4. ഓക്കെ, നമുക്ക് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം.
3 into 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 into x എന്ന് പറഞ്ഞാൽ minus 3x. Okay, ഡൗട്ട് ഉണ്ടോ? 3 into 1 3, 3 into minus x minus 3x less than 2 into x എന്ന് പറഞ്ഞാൽ 2x, 2 into 4 എന്ന് പറഞ്ഞാൽ 8. Okay, ഇത്രയും കാര്യം എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. Okay, അടുത്തത് നമുക്ക് ഈ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. 2x നെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാ, 3 നെ എങ്ങോട്ട് കൊണ്ടുപോവാ, റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാ. Okay, അപ്പോൾ minus 3x minus 2x less than ഈ 3 ഇവിടെ ആളുടെ ആരുണ്ട്, 8 ഉണ്ട്. 3 നെ നമ്മൾ പോകുമ്പോൾ എന്താവും, മൈനസ് ആവും. അത്ര minus 3. Okay, minus 3x minus 2x ആവുമ്പോൾ എന്താവും, minus 5x less than 8 ന്ന് 3 പോയി കഴിഞ്ഞാൽ 5. Okay, ഇനി ഒരു കുഴപ്പമുണ്ട്, നമുക്ക് x അല്ലേ വേണ്ടത്. x വേണമെങ്കിൽ അവിടുത്തെ x ന്റെ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കുന്ന -5 കൊണ്ട് ഇതിനെ എല്ലാത്തിനെയും ഈക്വാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ആരോടാണ് ഡിവൈഡ് ചെയ്യുന്നത്, -5 കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇനിക്വാലിറ്റിയുടെ സൈൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും, x. ഓക്കേ, എന്ത് വരും, ഗ്രേറ്റർ ദാൻ നമ്മുടെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്ത x എന്താ, ഇവിടെ 5 നെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്ര, -1. ഓക്കേ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ x ന്റെ വാല്യൂ ആരെക്കാട്ടും കൂടുതലാണ്, -1 നെക്കാട്ടും കൂടുതൽ. സൊല്യൂഷൻ സെറ്റ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, സൊല്യൂഷൻ സെറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നു എങ്കിൽ ഇതെങ്ങനെ നമുക്ക് എഴുതാം, സൊല്യൂഷൻ സെറ്റ് ആയിട്ട് എഴുതുന്നുവെങ്കിൽ x ന്റെ വാല്യൂ ആരെക്കാട്ടും കൂടുതലാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ x ന്റെ വാല്യൂ -1 അതിനെക്കാട്ടും കൂടുതലാണ്. -1 കഴിഞ്ഞ എല്ലാ വാല്യൂ മുമ്പോട്ടുള്ള എല്ലാ വാല്യൂവും ഉണ്ട്. ഇതിന്റെ അർത്ഥം x ആരെക്കാട്ടും കൂടുതലാണ്, -1 നെക്കാട്ടും കൂടുതലാണ്. -1 കഴിഞ്ഞിട്ട് അങ്ങോട്ട് -1 കൂടുതലാണോ, 0 1 2 അങ്ങോട്ടുള്ള എല്ലാ പോസിറ്റീവ് നമ്പറും ഉണ്ടെന്നാണ്. അപ്പൊ അങ്ങോട്ടുള്ള എല്ലാ നമ്പറും ഉണ്ട്. പോസിറ്റീവ് നമ്പർ എന്ന് പറയുമ്പോൾ അങ്ങോട്ടുള്ള എന്ത്, ഇൻഫിനിറ്റി എന്ന് എഴുതാം. -1 ഇൻഫിനിറ്റി എന്നാണ് എഴുതുന്നത്. അപ്പൊ ഇത് എഴുതുമ്പോൾ ചിലർക്ക് തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. തെറ്റ് ഇത് എഴുതിയാൽ ശരിയാണെങ്കിലും സൊല്യൂഷൻ സെറ്റും കൂടെ എഴുതാൻ നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ x ആരെക്കാട്ടും കൂടുതലാണ്. പറഞ്ഞിട്ടുണ്ടാണ് ഈ സിമ്പിളിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എന്നാണ്. ഓക്കെ, x ഗ്രേറ്റർ ദാൻ -1. x ആരെക്കാട്ടും കൂടുതലാണ്, -1 നെക്കാട്ടും കൂടുതൽ. -1 കഴിഞ്ഞ് അങ്ങോട്ടുള്ള എല്ലാ -1 നെക്കാട്ടും കൂടുതൽ എല്ലാ നമ്പറും -1 നെക്കാട്ടും കൂടുതൽ പറയുമ്പോൾ എല്ലാ പോസിറ്റീവ് നമ്പറും വരും. പക്ഷെ -1 ഇല്ല, കാരണം എന്ത് സിമ്പിൾ ഇല്ല, ഈക്വൽ ടു സിമ്പിൾ ഇല്ല. -1 തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ പോസിറ്റീവ് വാല്യൂ ഉണ്ട്. -1 ഇൻഫിനിറ്റി ആണ്. അപ്പോൾ സൊല്യൂഷൻ സെറ്റ് ആയിട്ട് വരും. ഓക്കേ, അപ്പോൾ നമ്മൾ നമ്പർ ലൈൻ ഇവിടെ ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് ചോദിച്ചാൽ നമ്പർ ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ ഒന്ന് പറയണം ഒന്നും കൂടി. അപ്പോൾ മനസ്സിലാവാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി -2 കുറച്ച് നമ്പർ മാത്രം നമ്മൾ നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യും. ഈ നമ്പർ ഉൾപ്പെടെയുള്ള കുറച്ച് നമ്പർ നെഗറ്റീവും പോസിറ്റീവുമായ കുറച്ച് നമ്പർ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കേ, 0 1 2. ഓക്കേ, ഇതിനകത്ത് ആരുണ്ട്, -1 ഇല്ല. -1 ഇല്ലെങ്കിൽ അവിടെ എന്തിനാ പറയുക, ഹോൾ ഇടാൻ ഞാൻ പറഞ്ഞു. അവിടെ ഇല്ല, -1 ഇല്ല. -1 നെക്കാട്ടും വലിയ എല്ലാ നമ്പറും ഉണ്ട്. x ഗ്രേറ്റർ ദാൻ -1 നെക്കാട്ടും കൂടുതൽ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോവോ, ഇവിടുന്ന് ഇങ്ങോട്ട് പോവോ, ഇവിടുന്ന് അങ്ങോട്ടല്ലേ പിള്ളേരെ പോണത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് ഡാർക്ക് ആക്കുക. അങ്ങോട്ടുള്ള നമ്പർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഉള്ളത്. ഓക്കെ, അങ്ങോട്ടുള്ള എല്ലാം എന്ത് ചെയ്യുക, ഡാർക്ക് ആക്കുക. ഇതാണ് അതിന്റെ നമ്പർ ലൈനെ റെപ്രസെന്റ്. ഇവിടെ ഹോൾ ആണ് ഇടുന്നത്, കാരണം ആരില്ല, -1. ഇവിടെ കണ്ടാൽ ഞങ്ങൾ ഡാർക്ക് ആക്കി ആരുണ്ട്, ഇവിടെ -3 ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റ് ആയിട്ട് വരുന്ന ഇക്വാലിറ്റി, ഇങ്ങനെ ഇക്വാലിറ്റീസ് വരുന്നെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് സോൾവ് ചെയ്ത് സൊല്യൂഷൻ എഴുതി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്പർ ലൈൻ എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്തായിട്ട് നമുക്ക് അടുത്ത സോൾവ് ചെയ്യാനുള്ള അടുത്ത 2 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് solve 37 minus of 3x plus 5 greater than or equal to 9x minus 8 into x minus 3. Okay, അപ്പൊ ഇതിനകത്ത് ബ്രാക്കറ്റും ഉണ്ട്. അതിനൊപ്പം നെഗറ്റീവ് കൊണ്ടാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നേരത്തെ ചെയ്തോളെ നമ്മൾ സാധാരണ നോർമൽ അൾജിബ്ര എങ്ങനെയാണോ കൊച്ചു ക്ലാസ്സുകൾ പഠിച്ച അത് നമുക്ക് ഇനിക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും ചെയ്ത് അറേഞ്ച് ചെയ്തതിനു ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തതാണ്. ബാക്കിയെല്ലാം നേരത്തെ സെയിം പ്രൊസീജിയർ ആണ്. സോൾവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറഞ്ഞില്ലെങ്കിൽ ചെയ്യണ്ട. ഇനി മുതൽ നമുക്ക് സോൾവ് മാത്രം ചെയ്താൽ മതി. ഞാൻ നേരത്തെ ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്പർ ലൈൻ കൂടെ പറഞ്ഞു തന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്പർ ലൈൻ വരച്ചാൽ മതി, അല്ലെങ്കിൽ സോൾവ് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ സെറ്റും കൂടെ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യം 37 മൈനസ് കൊണ്ട് നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -3x -3x മൈനസ് കൊണ്ട് 5 ഓപ്പൺ ചെയ്യുന്നത് എത്ര, -5. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
9x അവിടെ ഒന്നുമില്ല 9x ഇവിടെ ഇനി -8 കൊണ്ട് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -8 into x -8x -8 into -3 എത്ര +24. ഓക്കേ, അടുത്തത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഒന്ന് ഈ ലെഫ്റ്റ് സൈഡും ഈ ഇൻഇക്വാലിറ്റി സൈഡും നമുക്ക് അറേഞ്ച് ചെയ്യാം. 37 എന്ന 5 കുറച്ച് എല്ലാവർക്കും അറിയാം. ഇവിടെ 37 -5 എത്ര 32 മൈനസ് എത്ര 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കേ, 9x ന്ന് 8x കുറച്ച് എല്ലാവർക്കും അറിയാം. എത്ര കിട്ടുന്ന x പ്ലസ് എത്രയാണ് 24. ഓക്കേ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത ആ ടേമിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. x നെ എങ്ങോട്ട് കൊണ്ടുവരാം, ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. 32 നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. ഓക്കേ, നമ്മുടെ -3x ഉണ്ട്. ആ x നെ ഈ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും -x. ഓക്കേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 32 നെ അപ്പുറത്തുണ്ട്. അപ്പുറത്ത് ആൾറെഡി ആരുണ്ട് 24 അവിടെ കിടപ്പുണ്ട്. നമുക്ക് ഈ കോൺസ്റ്റന്റ് ആയ 32 നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ എത്രയാവും -32 ആവും. ഓക്കേ, -3x -x കൂടെ ആവുമ്പോൾ -4x എല്ലാവർക്കും അറിയാലോ, പറയേണ്ട കാര്യമില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24 ന് 32 കുറയ്ക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ കിട്ടുന്നത് എന്താണ് -8 ആണ്. ഓക്കേ, ഇനി നമുക്ക് മൈനസ് കട്ടും ചെയ്യരുത്. ഇൻഇക്വാലിറ്റിയുടെ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ഏതാണോ ആ കോഎഫിഷ്യന്റ് കൊണ്ട് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യുക. വേരിയബിൾ ഏതാണ് x, ന്റെ കോഎഫിഷ്യന്റ് ഏതാണ് -4. -4 കൊണ്ട് ത്രൂ ആയിട്ട് ഇൻഇക്വാലിറ്റി ഡിവൈഡ് ചെയ്യുക. -4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്ത ഇൻഇക്വാലിറ്റിയുടെ സൈൻ എന്ത് ചെയ്യും പിള്ളേരെ ചേഞ്ച് ചെയ്യുന്ന കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ. -4 കൊണ്ട് ഇവിടെ x നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തിനാണ് x അവിടെ കാണാം -4 കട്ട് ചെയ്തു പോകും. ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇൻഇക്വാലിറ്റിയുടെ സൈൻ എന്ത് ചെയ്യും റിവേഴ്സ് ചെയ്യും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താവും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. -8 നെ -4 ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും 2 കിട്ടും. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതിന്റെ അർത്ഥം x ന്റെ വാല്യൂ 2 2നെക്കാട്ടും ബേക്കിലോട്ടുള്ള അല്ല. ഇപ്പൊ ഇതിന്റെ അർത്ഥം കണ്ടോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2നെക്കാട്ടും കുറവ് ആരും വരും. അപ്പൊ 2 തൊട്ട് ബേക്കിലോട്ടുള്ള എല്ലാ വാല്യൂ, ബേക്കിലോട്ടുള്ള എല്ലാ നെഗറ്റീവ് വാല്യൂ. സൊല്യൂഷൻ സെറ്റ് നമ്മൾ എഴുതുമ്പോൾ സൊല്യൂഷൻ സെറ്റ് ഓക്കേ, സൊല്യൂഷൻ ഞാനിപ്പോ എടുത്തേന്ന കാര്യമില്ല. സൊല്യൂഷൻ സെറ്റ് എഴുതുമ്പോൾ 2 ഉണ്ട്, ആ 2നോട്ടുള്ള ബേക്കിലോട്ടുള്ള എല്ലാ നെഗറ്റീവ് നമ്പറും ഉണ്ട്. ഓക്കേ, അപ്പൊ 2നോട്ടുള്ള ബേക്കിലോട്ടുള്ള എല്ലാ നമ്പറും ഉണ്ട്, ആ നെഗറ്റീവ് നമ്പറും ഉണ്ട്. അപ്പൊ -ഇൻഫിനിറ്റി 2 -ഇൻഫിനിറ്റിയുടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണ്, കാരണം അങ്ങോട്ടുള്ള എല്ലാ നമ്പറും ഉണ്ട്. അപ്പൊ പ്രിഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. 2 അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് അവിടെ എന്തിടുക ആ ക്ലോസ് ബ്രാക്കറ്റ് ഇടുക. ഇതാണ് അതിന്റെ ആൻസർ. ഗ്രാഫിക്കലി അതിന്റെ നമ്പർ ലൈൻ പറഞ്ഞിട്ടില്ല ഈ ക്വസ്റ്റ്യൻ, അതുകൊണ്ട് തന്നെ നമ്മൾ നമ്പർ ലൈൻ എല്ലാവർക്കും ചെയ്യാൻ അറിയാലോ. ഓക്കേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെ ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ ആയിട്ടാണ് ടേം വരുന്നത് എങ്കിൽ നമ്മൾ ഇങ്ങനെ ഇപ്പോ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ഇതാണ് 2x - 5 ഡിവൈഡ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാല് എന്താണോ ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ ആയിട്ടാണ് വരുന്നത് എങ്കിൽ അപ്പൊ അതിന്റെ എൽസിഎം ഏതാണോ ആ എൽസിഎം കൊണ്ട് ഈക്വേഷനെ ത്രൂ ഔട്ട് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ ഒന്നും ടേംസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇതെല്ലാം നമുക്ക് നോർമൽ അൽജിബ്ര ടേം ആണ്. ഇവിടെ കണ്ടാ ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ 3 മാത്രമേ ഉള്ളൂ. ഈ 3യുടെ താഴെ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. എത്ര ഉണ്ട്, ആ 1 ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്നുവെങ്കിൽ എൽസിഎം കൊണ്ട് ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിനെ റൈറ്റ് സൈഡിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ ഡിനോമിനേറ്ററിൽ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, ആ 1 3. 1ന്റെയും 3ന്റെയും എൽസിഎം എന്ത് തന്നെയാണ്, ആ 1നും 3നും കോമൺ ആയിട്ട് അടങ്ങുന്ന ഒന്ന് തന്നെ ഇല്ല. കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല എങ്കിൽ എൽസിഎം എന്ന് പറയുന്നത് ആ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. 1 into 3 എത്ര തന്നെയാണ്, ആ 3 ആണ്. അപ്പൊ രണ്ട് നമ്പറിന്റെ എൽസിഎം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എല്ലാവർക്കും അറിയാലോ. അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ ഒന്നുമില്ല, 1 3 3നും കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. പിന്നെ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എൽസിഎം 1 into 3 എന്ത് തന്നെയാണ്, ആ 3 തന്നെയാണ് എൽസിഎം. അപ്പൊ എൽസിഎം നമുക്ക് കൊണ്ട് ഗുണിക്കുക, 3 കൊണ്ട് ഈ ഇക്വേഷനെ ഗുണിക്കുക. മൾട്ടിപ്ലൈഡ് ബൈ എന്തുകൊണ്ട്, ആ 3 മൾട്ടിപ്ലൈഡ് ബൈ 3. ആ 3 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കേ, മൾട്ടിപ്ലൈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കേ, അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് 3 into എന്താണ് 2x - 5 ഡിവൈഡ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 3 ഉണ്ട് ഓൾറെഡി into 3. ഡിനോമിനേറ്ററിൽ 1 ഉണ്ട്, അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കേ,
ഈ 3 ഉം 3 കട്ട് ചെയ്തതോടെ 2x മൈനസ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര 9 എന്ന് വരും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഈ മൈനസ് 5 നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. അപ്പൊ എന്ത് വരും? 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 പ്ലസ് 5 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയെന്ന് വരും? 14 എന്ന് വരും. നമുക്ക് വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. ആ 2 കൊണ്ട് ഇക്വേഷൻ ത്രൂ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആൻസർ എന്ന് വരും x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അതായത് x ന്റെ വാല്യൂ 7 7നെക്കാളും ഇവിടെയാണ് x ന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അവിടെ എന്ന് പറഞ്ഞാൽ x ന്റെ വാല്യൂ 7 7നെക്കാളും കൂടുതലോ ആയിരിക്കും. അപ്പൊ സൊല്യൂഷൻ സെറ്റ് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആ സൊല്യൂഷൻ സെറ്റ് നമുക്ക് എഴുതാം. ആ സൊല്യൂഷൻ സെറ്റ് നമുക്ക് എഴുതി നോക്കാലോ. x ന്റെ വാല്യൂ ആരെക്കാളും കൂടുതലാണ്? 7ഉം വരാം, 7 കഴിഞ്ഞിട്ടുള്ള എല്ലാ നമ്പറും വരാം. എന്തിനാണ് 7ഉം വരാം, 7 കഴിഞ്ഞിട്ടുള്ള 7നെക്കാളും കൂടുതൽ വരുമ്പോൾ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും വരാം. 7, ഇൻഫിനിറ്റി. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പോഴ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത രണ്ട് കണക്കുകളിലൂടെ നമുക്ക് ചെയ്യും. LCM എടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. LCM എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ 3നെ പോകാൻ വേണ്ടി ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മാത്രം നോക്കുന്നുള്ളൂ. ഇവിടെ ഡിനോമിനേറ്ററിൽ 3 എണ്ണമുണ്ട്. നമുക്ക് ഈ ഡിനോമിനേറ്റർ ടേം വേണ്ട. അങ്ങനെ ആലോചിച്ചാൽ ഡിനോമിനേറ്ററിൽ ആ 3നെ കളയാൻ വേണ്ടി എന്തുകൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ 3 കൊണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്താൽ മതി? ആ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ മനസ്സിലാക്കുക. അല്ലെ ക്രോസ് ചെയ്താലും മതി എന്ന് പറയുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ നോക്കിയാലും ചെയ്യാൻ പറ്റും. ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു ടേം ഇവിടെ ഒരു ടേം ഉള്ളൂ. അപ്പം ക്രോസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ 2-3 ഫ്രാക്ഷണൽ ടേംസ് വരും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണ്ട. നമ്മൾ ത്രൂ ഔട്ട് എന്താണോ LCM അതുകൊണ്ട് എന്ത് ചെയ്ത മൾട്ടിപ്ലൈ. ഇപ്പൊ LCM ആയിട്ടുള്ള 3 1 മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ കൂടെ ഗുണിച്ച് എഴുതുന്നതാണ് അതിന്റെ LCM. 3 1 ആവുമ്പോൾ 3 മാത്രമേ അവിടെ LCM ആയിട്ട് വരൂ. ആ 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അവിടുത്തെ ഡിനോമിനേറ്റർ ആ 3 ഡിനോമിനേറ്റർ ടേം പോകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു നമ്പർ കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്ത് ബാക്കി എല്ലാം നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ. ഇങ്ങനെയാണ് ഈ ടൈപ്പ് കണക്ക് വന്ന് എന്ത് ചെയ്യാറ് ചെയ്യാം. ഓക്കെ, അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫ്രാക്ഷൻ ആയിട്ട് വരുന്ന ഇനിക്വാലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. നോക്കി, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡിനോമിനേറ്ററിൽ ഇവിടെ 2 4 4. അപ്പൊ അതായത് നമുക്ക് LCM നോക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാം ഏതൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കട്ട് ചെയ്ത് പോകും നമുക്കറിയാം. ഇതിനകത്താണെങ്കിൽ എല്ലാത്തിനും 2 4 4 എല്ലാത്തിനും 4 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് പോകും. ഓക്കെ, എങ്കിലും നമുക്കത് കണ്ടുപിടിക്കുന്നത് LCM കണ്ടുപിടിക്കാൻ അറിഞ്ഞൂടാത്തവർ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇതിനൊന്നും LCM കണ്ടുപിടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം നമുക്ക് തന്നെ അറിയാം ഈ ഒരു ഇനിക്വാലിറ്റി എല്ലാം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഡിനോമിനേറ്ററും എന്ത് ചെയ്ത് പോകുന്നറിയാം? കട്ട് ചെയ്ത് പോകുന്നറിയാം. അല്ലാതെ കണ്ടുപിടിക്കാൻ വേണ്ടി നാം നോക്കിയാൽ മതി. LCM കണ്ടുപിടിക്കുന്നത് 2 കൊണ്ട് എല്ലാത്തിനും പറ്റും. 2 1 2 2 വീണ്ടും 2 കൊണ്ട് 2 1 1 1. ഓക്കെ, അപ്പൊ 2 2 into 2 into 1 into 1 into 1 ആൻസർ എത്രയാണ്? 4. ഓക്കെ, ഇതാണ് LCM കണ്ടുപിടിക്കുമ്പോൾ 1 into 1 into 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 into 2 2 2 into 2 4. LCM എത്ര കിട്ടി? 4. അപ്പൊ 4 കൊണ്ട് നമ്മുടെ ഇക്വേഷനെ ഫുള്ള് ഇനിക്വാലിറ്റിയെ ഫുള്ള് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അറിയാൻ പറ്റും ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാതെ നമ്മൾ നോക്കിയാൽ മതി. LCM എടുത്ത് നോക്കി അപ്പൊ എല്ലാത്തിനും എന്ത് ചെയ്യാം? multiplied by ആര് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 4 കൊണ്ട് ഇക്വേഷനെ ഫുള്ള് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഇനിക്വാലിറ്റി എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. 4 into എത്രയാണ്? 5x divided by 2 plus 4 into 3x divided by 4 greater than or equal to 4 into 39 by 4. എല്ലാത്തിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 4 കൊണ്ട് 4നെ കട്ട് ചെയ്യും. 2 കൊണ്ട് 4നെ കട്ട് ചെയ്യുമ്പോൾ 2 ഇവിടെ 4 ഉം 4 ഉം കട്ട് ചെയ്യും. ഇവിടെ 4 ഉം 4 ഉം കട്ട് ചെയ്യും. 2 into 5x എല്ലാവർക്കും അറിയാം 10x. ഇവിടെ ബാക്കി ആര് മാത്രമേ ഉള്ളൂ? പ്ലസ് 3x greater than or equal to 39. കണ്ട ഈ ഒരു ഇനിക്വാലിറ്റി കണ്ട പെട്ടെന്ന് ഇങ്ങോട്ട് ആയത്. അപ്പൊ അതിനുള്ള ഡിനോമിനേറ്റർ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ടേമാണ് ആ ഡിനോമിനേറ്റർ ടേം. അത് നമുക്ക് വേണ്ട. അത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എങ്ങനെയാണ് കണക്ട് ചെയ്ത രീതിയിലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൂട്ടാം. ഇവിടെ x ന്റെ ടേം എല്ലാം തന്നെ ലെഫ്റ്റ് സൈഡിലാണ്. ഞാനിവിടെ ആഡ് ചെയ്യുമ്പോൾ 13x എന്ന് കിട്ടും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 39
അപ്പൊ 13 കൊണ്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത്. അപ്പൊ x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 39നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്താണ്? 3. 39ൽ 13 3 ടൈംസ് എന്ത് ചെയ്യും? അടങ്ങും. ഓക്കേ, അപ്പൊ സൊല്യൂഷൻ സെറ്റ് എഴുതുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? x ന്റെ വാല്യൂ എന്തെന്ന് പറയുന്നത് 3ഓ 3നേക്കാളും കൂടുതലോ ആകും. x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. x 3ഓ 3ഓ കാളും കൂടുതലാവും. ആരുണ്ട്? 3 ഉണ്ട്. 3 കഴിഞ്ഞ് അങ്ങോട്ടുള്ള എല്ലാ നമ്പറുകളും 3 കഴിഞ്ഞ് അങ്ങോട്ട് 3 യെക്കാളും കൂടിയ എല്ലാ നമ്പറും നമ്മൾ 3 കഴിഞ്ഞുള്ള എല്ലാ പോസിറ്റീവ് നമ്പറും കാണും. അപ്പോൾ എഴുതുമ്പോൾ ക്ലോസ് ഇന്റർവെൽ 3 കോമ ഇൻഫിനിറ്റി. ഇതാണ് പറയുന്നത് അതിന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കേ, ഇവിടെ തന്നെ ഡിനോമിനേറ്റർ കിടക്കുന്ന 5 3 ആണ്. 5 നും 3 നും നമുക്ക് എൽസിഎം എടുക്കാൻ പറ്റില്ല. രണ്ടിലും കോമൺ ആയിട്ട് ഒരു നമ്പറും വരത്തില്ല. 5 നും 3 നും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് നമുക്ക് എൽസിഎം ചെയ്യാൻ പറ്റുമോ പിള്ളേരെ? ഇല്ലല്ലോ, 1 കൊണ്ട് മാത്രമേ പറ്റൂ. കോമൺ ആയിട്ട് ഫാക്ടർ അടങ്ങാത്തത് എൽസിഎം കണ്ടെത്താൻ എളുപ്പമുണ്ട്. രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 × 3 എത്ര? 15. ഓക്കേ, 5 × 3 15. 15 കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ. അതായത് ഇത് രണ്ടിനെ കോമൺ ഫാക്ടർ എടുത്ത് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ 4 ആണ് എടുത്ത എന്ന് പറയുന്നത് എൽസിഎം എന്ന് പറയുന്നത്. എൽസിഎം ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമുക്ക് 5നും 3നും പ്രത്യേകിച്ച് വേറെ നമ്പേഴ്സ് എന്ത് ചെയ്തില്ല? ഫാക്ടർ ആയിട്ട് വരുന്നില്ല. രണ്ടിനും കോമൺ ആയിട്ട് ഫാക്ടർ ആണ്. അപ്പൊ ഒന്നിനും കോമൺ ആയിട്ട് ഫാക്ടർ ആവുന്ന നമ്പർ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ത് ചെയ്യാറില്ല? മൾട്ടിപ്ലൈ ചെയ്ത്. ഇപ്പൊ അവിടെ 5 3 ആണ്. അപ്പൊ 5 3 കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല. 5 × 3 15 കൊണ്ട് ഇക്വേഷനെ ഫുൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വാലിറ്റി ഫുൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മള് 15 ഉപയോഗിച്ച് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കേ, അപ്പൊ എന്ത് ചെയ്യുക? ഇക്വേഷൻ എന്തിനാണ്? മൾട്ടിപ്ലൈഡ് ബൈ എന്ത് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? 15 ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആൻസർ അങ്ങനെയാണ് എഴുതുന്നത്. 15 ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 15 × 3 × x - 2 divided by 5 less than or equal to 15 × എത്ര? 5 × 2 - 6 divided by 3. ഇത്രയും കാര്യം ഓക്കേ അല്ലേ? അപ്പൊ നോക്കി 15 കൊണ്ട് ഈ 15നെ കട്ട് ചെയ്യുമ്പോൾ 3, ഈ 3 കൊണ്ട് ഈ 15നെ കട്ട് ചെയ്യുമ്പോൾ 5. ഓക്കേ, 3 × 3 9 × x - 2. ഓക്കേ, less than or equal to 5 × 5 25 × 2 - 6. ഓക്കേ, ഡൗട്ട് ഉണ്ടോ? നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. കണ്ടോ? അപ്പോൾ ഡിനോമിനേറ്റർ രണ്ടോ പോയി കണ്ടോ? ഇത് ഇങ്ങോട്ട് ആയതുകൊണ്ട് അപ്പൊ ഈ 5 3 ഇവിടുന്ന് മാറി. എങ്ങനെ മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കേ, അപ്പൊ 15 കൊണ്ട് അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 9x ഈ ഡിനോമിനേറ്റർ മാറാൻ വേണ്ടിയാണ് നമ്മൾ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. എൽസിഎം എടുത്താണ് നോർമൽ മൾട്ടിപ്ലൈ. എൽസിഎം മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി. ഓക്കേ, ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാൽ തന്നെ അത് ആ ഡിനോമിനേറ്ററിലെ ടേം എല്ലാം പോകും. ഇവിടെ നമുക്ക് അറിയാം 5 3 നും കോമൺ ആയിട്ട് ഒന്നും ആവുന്നില്ല. അപ്പൊ 5 × 3 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ് ചെയ്യും. ഓക്കേ, അപ്പൊ 9 × 2 എന്ന് പറയുന്നത് -2 എന്ന് പറഞ്ഞാൽ -18 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ 25 × 5 × 50 25 × -x എത്ര? -25x. ഓക്കേ, ഇനി നമ്മൾ നേരത്തെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഈ -25x നെ ഇങ്ങോട്ടും -18 നെ നമുക്ക് അങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പൊ എത്ര? 9x + 25x less than or equal to ഇതിനെ അപ്പുറത്ത് 50 + 80. ഓക്കേ, ഇത് രണ്ടുകൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 34x 34x less than or equal to എത്ര? ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര? 68. അപ്പൊ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x less than or equal to 2 എന്ന് വരും. അപ്പൊ അതിന്റെ ആൻസർ x less than or equal to 2. അപ്പൊ അതിന്റെ സൊല്യൂഷൻ സെറ്റ് നമുക്ക് x ന്റെ വാല്യൂ 2ഓ 2നേക്കാളും എന്ത് ചെയ്യുമായിരിക്കും? കുറവാണ്. സൊല്യൂഷൻ സെറ്റ് ഇങ്ങോട്ട് എഴുതുകയാണ്. x ന്റെ വാല്യൂ ഒന്നി എന്താവാം? 2 ആവാം, അല്ലെങ്കിൽ 2നേക്കാളും എന്താവാം? കുറവാവാം. അപ്പൊ എന്താണ്? 2 ആവാം, അല്ലെങ്കിൽ 2നേക്കാളും കുറവാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നമ്പേഴ്സും വരാം. ഓക്കേ, അപ്പൊ അതാണ് അതിന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നതാണ് x less than or equal to 2 എന്നാണ്. അപ്പൊ x ന്റെ വാല്യൂ ഒന്നി 2 ആവാം, അല്ലെങ്കിൽ 2നേക്കാളും കുറവാണ്. 2 ന്റെ പേരിലോട്ടുള്ള എല്ലാ നമ്പറും വരും. 2 ന്റെ പേരിലോട്ട് വരുമ്പോൾ ഏത് നമ്പറാണ്? നെഗറ്റീവ് നമ്പർ എല്ലാം വരും. ഓക്കേ, ഇവിടെ എന്ന് പറയുന്നത് x greater than equal to 3 ആണ്. അപ്പൊ 3 ഉം വരും, 3യെക്കാളും മുമ്പോട്ടുള്ള എല്ലാ നമ്പറും വരും. അതാണ് ഈ ഇവിടുത്തെ
നമ്മൾ ഈ ഇന്റർവെൽ ഇടുമ്പോൾ നോക്കി ഇടുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഇത് 3 കഴിഞ്ഞ് അങ്ങോട്ടുള്ള എല്ലാ നമ്പറും വരും, ഇത് 2 ന്റെ ബാക്കിലോട്ടുള്ള എല്ലാം വരും. ഇപ്പൊ 2 അവിടെ നിർത്തിക്കൊണ്ട് വേണം ബാക്കിലോട്ട് നമുക്ക് പോകാൻ, ഇവിടെ 3 ഇവിടെ നിർത്തിക്കൊണ്ട് വേണം അങ്ങോട്ട് നമുക്ക് പോകാൻ. അവിടെ ബാക്കിലോട്ട് ആവുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ആണ് ഓപ്പൺ ബ്രാക്കറ്റ്, ഇവിടെ മുമ്പോട്ട് ആവുമ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ ഇൻഫിനിറ്റിന്റെ ഓപ്പൺ ബ്രാക്കറ്റ്. ഓക്കെ, ഇപ്പൊ സൊല്യൂഷന്റെ നമ്മൾ ഇങ്ങോട്ട് സ്ഥലം ഇല്ലാത്തതാണ് മാറ്റി എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ ടൈപ്പിൽ ഫ്രാക്ഷൻ ഫോമിൽ ഇൻഇക്വാലിറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എൽസിഎം എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഫ്രാക്ഷൻ ഡിനോമിനേറ്ററിലെ ടേം പോകാൻ വേണ്ടി നമ്മളൊരു നമ്പർ എടുത്ത് ഇക്വാലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിന് ബാക്കി ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് നേരത്തെ എങ്ങനെയാണോ ചെയ്തത് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാല് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇൻഇക്വാലിറ്റിയുടെ ഇത് വൺ വേരിയബിളോട് ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കുറച്ച് കണക്കുകളൊക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അല്ല ഫ്രാക്ഷൻ ഫോം എന്ന ഇൻഇക്വാലിറ്റി ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് പഠിച്ചത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും ആ കുറച്ച് ഇതുപോലുള്ള പ്രോബ്ലം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.